നമ്മൾ ഈ ചട്ടി ഉണ്ടാക്കാനുള്ള 2 മോൾഡ് എന്ന് പറഞ്ഞാൽ മോൾഡല്ല ശരിക്കും, ഇത് 2 പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയാണ്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒരു ചട്ടിക്ക് 50 രൂപ, ഇത് 20 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വീട്ടിലുള്ള എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചട്ടി വാങ്ങിച്ചിട്ട് അതിലാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് വൈറ്റ് സിമൻറ്റ്. ഇത് 1 കിലോ സിമൻറ്റാണ്, ബിർള വൈറ്റ് സിമൻറ്റാണ്. 1 കിലോ സിമൻറ്റാണ്. ഇതിന് ഏകദേശം 30 രൂപ വില വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മണലാണ്, സാധാരണ പുഴയിലെ മണലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടതാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഗ്ലാസിൻ്റെ കഷ്ണം. ഇത് നമ്മൾ ബിയറിൻ്റെ ബോട്ടിൽസാണ്. അത് പിന്നെ പൊട്ടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയെടുത്താണ്. ശ്രദ്ധിക്കണം, ഇത് കയ്യിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഗ്ലൗസ് ഇട്ടൊക്കെ വേണം ചെയ്യാൻ. ഇത് തല്ലി പൊട്ടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ ഇത് ഈ ചട്ടിയിൽ നമുക്ക് പിന്നെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, അത് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒട്ടിക്കാം. അല്പം മണൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മണൽ തീരെ ചേർത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ പുഴയിലെ മണലാണ്. അത് ഏകദേശം ഒരു 2-3 പിടി ചേർത്ത് കൊടുക്കണം. അത്രയും മതി. എന്നതിന് ശേഷം മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിൽ ഏകദേശം ഒരു 400 ml വെള്ളം മതിയാവും. വെള്ളം അധികമായി പോവുകയും ചെയ്യരുത്. ഗ്ലാസ് ആഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചട്ടിയുടെ ഈ അച്ചിൻ്റെ ഈ മോൾഡിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലാസ് ഇല്ലാത്ത കുറച്ച് സാധനം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനാദ്യം നമ്മൾ ഈ എണ്ണ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് അല്പം ഒഴിച്ചു കൊടുക്കാം. ശരിക്ക് തട്ടി വൈബ്രേഷൻ കൊടുത്തിട്ട് ഇതിൽ എയറിൻ്റെ ബബിൾസ് കാണും, അത് പുറത്തേക്ക് പോകും. ഓക്കെ, പിന്നീടാണ് നമ്മൾ ഗ്ലാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നിറയ്ക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആവാൻ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കഷ്ണം ഉള്ളതുകൊണ്ട് പിന്നെ ഈ സെൻറ്ററിൽ വെക്കുന്ന ചട്ടി ഒരു സൈഡിലേക്ക് ആയിപ്പോകും. ഈ ഒരു ഭാഗം എല്ലാം ഈക്വൽ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വേണ്ട പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല ഞാൻ ചട്ടിയുടെ ഒരു സൈഡ് വീതി കുറവും ഒരു സൈഡ് വീതി കൂടുതലും ഒക്കെ ആയിപ്പോവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പോൾ. ഒരു ദിവസം പൂർണ്ണമായിട്ട് വെള്ളത്തിൽ കിടന്നതാണ്. നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത ചട്ടിയാണ്. അപ്പം ഇതിൽ പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല. അതിനി നമ്മൾ പേപ്പർ ചെയ്തിട്ട് ആ ഗ്ലാസിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. 80-ൻ്റെ പേപ്പറാണിത്, വാട്ടർ പേപ്പറാണ് എടുത്തത്. പിന്നെ 120-ൻ്റെ പേപ്പറുണ്ട്. 80 നമ്മൾ ആദ്യം ചെയ്യും, അതിനുശേഷം 120 ചെയ്യും. പിന്നെ 220, 3 പേപ്പറുകളാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചട്ടിയുടെ ഈ ഭാഗങ്ങൾ കുറച്ച് റഫായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 80-ൻ്റെ പേപ്പർ നിലത്ത് വെച്ചിട്ട് ഈ രീതിയിൽ ഫിനിഷിംഗ് ആയി കിട്ടും. എല്ലാ ഭാഗവും നമുക്ക് കാഴ്ചയിൽ നല്ല വൃത്തി ഉണ്ടാവും. കണ്ട, അപ്പോൾ നല്ല വൃത്തിയുണ്ട്. ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിനകത്ത് ചട്ടിയിൽ വെക്കുക. ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ പേപ്പർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തത് 80-ൻ്റെ പേപ്പറാണ്. കാണാൻ പറ്റും. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം
ഇതേപോലെ നന്നായി വരച്ച് ഇതിൻ്റെ മുകളിലുള്ള സർഫേസ് കാണുന്ന ഫസ്റ്റ് കോട്ടിങ് നമുക്ക് വരച്ച് കളയാം. പേപ്പർ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ പൊടി ഇതിൻ്റെ ഗ്യാപ്പിൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ റഫ്നെസ് നഷ്ടപ്പെടുകയില്ല. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഗ്ലാസ് വ്യത്യസ്ത കളറുകളിലുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയുണ്ടാവും കാണാൻ. പല നിറത്തിലുള്ള ഗ്ലാസ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ഉപയോഗിച്ച മണലാണ് ഈ ചെറിയ ചെറിയ തരിയായിട്ട് കാണുന്നത്. മണൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ തൊടുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട, കൈക്കൊന്നും പറ്റുന്നില്ല. കൈക്ക് മുറി ഉണ്ടാവുക അങ്ങനെ ഒന്നുമില്ല. ഇടാതെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ കൊണ്ട് വരച്ച് കഴിഞ്ഞാലൊന്നും കൈക്ക് മുറിവോ ഒന്നും ഉണ്ടാവില്ല. ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട, നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ അഥവാ ഇവിടെ മൂർച്ചൻ്റെ ഒക്കെ തന്നെ ഈ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഗ്ലാസിൻ്റെ മൂർച്ചയും കൂടി പുറത്തേക്ക് തേഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ 3 പേപ്പർ ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കിലോ സിമെൻറ്റിന് ഏകദേശം 1 കിലോയുടെ അടുത്ത് ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിൽ പൂർണ്ണമായിട്ട് കാണുന്നില്ല. ഒരു 1.5 കിലോ ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് നിറച്ചും നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം 1 കിലോ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ അതിൽ പകുതി ഭാഗം ഇതിൻ്റെ ഉൾവശത്തും പിന്നെ ഇറങ്ങിപ്പോകും, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. കണ്ടോ, ഇപ്പം വളരെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മണലുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്ലാസ്സുകൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ വളരെ നല്ല കാഴ്ച ഉണ്ടാവും. അതും വ്യത്യസ്ത കളറിലുള്ള ഗ്ലാസ്സുകളാണെങ്കിൽ നമുക്ക് വളരെ നല്ല സുഖമായിരിക്കും ചെടി വെച്ചിട്ട് കാണാൻ.